ജൂൺ 24 മുതൽ 28 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ 28 ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതം നൽകാൻ പോകുന്നത്. ഇവയിൽ 10 രൂപയിലധികം ലാഭവിഹിതം വിതരണം ചെയ്യുന്നത് 10 ഓഹരികളാകുന്നു. ഇക്കൂട്ടത്തിൽ തന്നെ 4 ഓഹരികൾ 60 രൂപയിലധികം പ്രതി ഓഹരി ലാഭവിഹിതമായി നൽകുന്നുമുണ്ട്. വരുന്ന വ്യാപാര ആഴ്ചയിൽ ഉയർന്ന പ്രതി ഓഹരി ലാഭവിഹിതം കൈമാറുന്ന ഓഹരിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി സ്വരാജ് എഞ്ചിൻസ്. ട്രാക്ടറുകൾക്ക് ആവശ്യമായ വിവിധ ശേഷിയിലുള്ള ഡീസൽ എഞ്ചിനുകളും മറ്റ് ഹൈടെക് എഞ്ചിനുകളുടെ ഘടകങ്ങളും നിർമ്മിച്ച് നൽകുന്ന ഓട്ടോ ആൻസലറീസ് കമ്പനിയാണ് സ്വരാജ് എഞ്ചിൻസ് ലിമിറ്റഡ്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഫൈനൽ ഡിവിഡൻഡായി പ്രതി ഓഹരി 95 രൂപ വീതം നൽകുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 28 ആകുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത്. കഴിഞ്ഞ വർഷം ഓഹരി ഒന്നിന് 92 രൂപ വീതമായിരുന്നു ഡിവിഡൻഡ് ഇനത്തിൽ കൈമാറിയത്. നിലവിൽ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 3.11% ഇത് മികച്ച ഡിവിഡൻഡ് നിലവാരമാണ്. അതേസമയം സ്വരാജ് എഞ്ചിൻസ് ഓഹരികൾ 3050 രൂപ നിലവാരത്തിലാണ് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യപ്പെട്ടത്. ടാറ്റ എലക്സി. ഓട്ടോമോട്ടീവ്, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ബ്രോഡ്കാസ്റ്റ്, കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ വ്യവസായ മേഖലകളിലേക്ക് ഡിസൈനിങ്, ടെക്നോളജി സേവനങ്ങൾ നൽകുന്ന ടാറ്റ ഗ്രൂപ്പ് IT കമ്പനിയാണ് ടാറ്റ എലക്സി ലിമിറ്റഡ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കുള്ള അന്തിമ ലാഭവിഹിതമായി ഓഹരി ഒന്നിന് 70 രൂപ വീതം നൽകുമെന്നാണ് ടാറ്റ എലക്സിയുടെ അറിയിപ്പ്. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 25 നിശ്ചയിച്ചു. മുടക്കമില്ലാതെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം കൈമാറുന്ന മിഡ് ക്യാപ്പ് ഓഹരിയാണിത്. കഴിഞ്ഞ വർഷം ഓഹരി ഒന്നിന് 60 രൂപ 60 പൈസ വീതമായിരുന്നു ഡിവിഡൻഡ് ഇനത്തിൽ നിക്ഷേപകർക്ക് നൽകിയത്. അതേസമയം ടാറ്റ എലക്സി ഓഹരികൾ 7100 രൂപ നിലവാരത്തിലാണ് നിലവിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത്. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്. ബജാജ് ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഓട്ടോ ആൻസലറീസ് കമ്പനിയാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ലിമിറ്റഡ്. വാഹന നിർമ്മാണത്തിനാവശ്യമായ വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം അൺരജിസ്റ്റേർഡ് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായും പ്രവർത്തിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഫൈനൽ ഡിവിഡൻഡായി പ്രതി ഓഹരി 60 രൂപ വീതം നൽകുമെന്നാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൻ്റെ പ്രഖ്യാപനം. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 28 ആകുന്നു. ഇതിനു മുമ്പ് 2023 സെപ്റ്റംബർ മാസത്തിൽ ഇടക്കാല ലാഭവിഹിതമായി 110 രൂപ വീതവും 2023 ജൂണിൽ അന്തിമ ലാഭവിഹിതമായി 60 രൂപ വീതവും നിക്ഷേപകർക്ക് നൽകിയിരുന്നു. മുടങ്ങാതെ ലാഭവിഹിതം നൽകുന്ന ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 2.05%. മെച്ചപ്പെട്ട ഡിവിഡൻഡ് നിലവാരമാണിത്. അതേസമയം മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഓഹരികൾ 8300 രൂപ നിലവാരത്തിലാണ് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യപ്പെട്ടത്. സെറ സാനിറ്ററി വെയർ. ബാത്റൂം ഫിറ്റിങ്ങുകളും ടൈലുകളും ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് സെറ സാനിറ്ററി വെയർ ലിമിറ്റഡ്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള അന്തിമ ലാഭവിഹിതമായി ഓഹരി ഒന്നിന് 60 രൂപ വീതം നൽകുമെന്നാണ് സെറ സാനിറ്ററി വെയർ കമ്പനിയുടെ അറിയിപ്പ്. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയെ ജൂൺ 25 നിശ്ചയിച്ചു. മുടക്കമില്ലാതെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം കൈമാറുന്ന മിഡ് ക്യാപ്പ് ഓഹരിയാണിത്. കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് ഇനത്തിൽ പ്രതി ഓഹരി 60 രൂപ 60 പൈസ വീതം നിക്ഷേപകർക്ക് കൈമാറിയിരുന്നു. നിലവിൽ 900 രൂപ നിലവാരത്തിലാണ് സെറ സാനിറ്ററി വെയർ ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. മറ്റ് ഡിവിഡൻഡ് ഓഹരികൾ. പുതിയ വ്യാപാര ആഴ്ചയിൽ മറ്റ് 6 ഓഹരികൾ കൂടി 10ലധികം രൂപ ലാഭവിഹിതമായി നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. ഇതിൽ ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഹരികൾ ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 21 രൂപ വീതം കൈമാറും. ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻഡ് തീയതിയും ജൂൺ 28 ആകുന്നു. പ്രമുഖ സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനമായ ഇൻഡസിൻഡ് ബാങ്ക് 16 രൂപ വീതം അന്തിമ ലാഭവിഹിതം നൽകുന്നുണ്ട്. ഇതിൻ്റെയും റെക്കോർഡ് തീയതി ജൂൺ 28 സമാനമായി RPG ലൈഫ് സയൻസസ് ഓഹരികൾ 16 രൂപ വീതം ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ നിക്ഷേപകർക്ക് നൽകുന്നു. ഇതിൻ്റെ റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻഡ് തീയതിയും ജൂൺ 28 നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് ഓഹരികൾ 11 രൂപ വീതം അന്തിമ ലാഭവിഹിതം നൽകും. ഇതിൻ്റെ റെക്കോർഡ് തീയതി ജൂൺ 28 സമാനമായി ടാറ്റ ഗ്രൂപ്പ് ഓഹരിയായ ടൈറ്റൻ കമ്പനി 11 രൂപ വീതം ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ നൽകും. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 27 ആകുന്നു. പ്രമുഖ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് കമ്പനിയായ അൽക്കൈൽ അമീൻസ് കെമിക്കൽസ് ഓഹരികൾ അന്തിമ ലാഭവിഹിതമായി പ്രതി ഓഹരി 10 രൂപ വീതം നൽകും. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 25 നിശ്ചയിച്ചിരിക്കുന്നത്. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വീടിൻ്റെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.